ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ്. ഇറ്റ്സ് മീ അബ്ദുള്ള അനസ്. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ചെയ്യുന്ന കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ അവർ നോക്കാണ്ട് പോകുന്ന കാര്യങ്ങൾ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പ്രോഗ്രാമിംഗ് ചെയ്യാണ്ടും അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ടും പോകാറുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചു വന്ന ഒരു രീതിയല്ല ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ കരിയറിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒഴിവായി പോകുന്നത് ഞാൻ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് ഇവർക്ക് ഈ ഒരു എന്താ പറയുക ഇതിൽ നിന്ന് ഗീവ് അപ്പ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാനുള്ള ഒരു കാരണമാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതെന്നുള്ളത് മെയിനായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമർ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഗൂഗിൾ ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാനുള്ള സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യാൻ കഴിവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാനും കേപ്പബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് വരിക. അതുമാത്രമല്ല ഈ ഒരു ഗൂഗിൾ ചെയ്യണത് എന്തോ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളെ പരീക്ഷയിൽ കോപ്പി അടിക്കുന്ന പോലെയാണ് ഒരുപാട് ആൾക്കാർ ഫീൽ ചെയ്യാറ്. ശരിക്കും ഇത് പരീക്ഷയല്ല നമ്മൾ പ്രോഗ്രാമിങ്. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ച ആ ഒരു ബുക്കിൽ അല്ലെങ്കിൽ വേറെ ആളെ നോക്കാണ്ട് എഴുതുന്ന അസൈൻമെന്റ് ആ ഒരു രീതിയല്ല ഇവിടെ പ്രോഗ്രാമിങ്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്യാൻ നമുക്ക് ഏത് സൊല്യൂഷനും വേണമെങ്കിലും എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾ കൂടെ അതേപോലെ കൊടുന്ന് വെക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരുപാട് ആൾക്കാർ കൂടുതൽ റെഫർ ചെയ്യാവുന്നതാണ്. ഒരുപാട് ആൾക്കാരെ റെഫറൻസ് എടുത്തിട്ട് അത് കൊടുന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോഗ്രാമിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്യാന്നുള്ളത് കൊണ്ട് എന്താ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ ഗൂഗിൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഗൂഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേറെ ആൾക്കാരെ പ്രോഗ്രാം അല്ലെങ്കിൽ വേറെ ആൾക്കാർ നിങ്ങളെ പോലെ തന്നെ ഇഷ്യൂസ് ഫേസ് ചെയ്തവരുണ്ടാവാം. അപ്പോൾ അവർ തരുന്ന സൊല്യൂഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ പ്രോഗ്രാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെന്റിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രോഗ്രാം കൂടുതൽ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ എളുപ്പമാവും. കാരണം വെച്ചാൽ ഗൂഗിൾ ചെയ്തുകൊണ്ട് ആരും ഒന്നും പറയാലോ. ഇപ്പൊ നിങ്ങൾ ഒരു ഇന്റർവ്യൂ അല്ല ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യാനുള്ള നെറ്റ്വർക്ക് അല്ലാതെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കാരണം അത് നിങ്ങൾ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് തന്നെയാണ് നഷ്ടം. കാരണം വെച്ചാൽ നിങ്ങൾ ആ ഒരു പ്രോബ്ലം ചെയ്യാൻ ഇത്രയും സമയം എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് നിങ്ങൾ ആ തരാനുള്ള പേയിലാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ഇന്റർനെറ്റ് വഴി സെർച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആണ് ആദ്യം വേണ്ടതും. അത് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടിയാണ് ആദ്യം വേണ്ടത്. ഇത് ചെയ്യാണ്ട് ഒരുപാട് ആൾക്കാർ പ്രോഗ്രാമിംഗ് ഗീവ് അപ്പ് അല്ലെങ്കിൽ ഒഴിവായി പോകാറുണ്ട്. അപ്പോൾ അവർ വല്ല റെഫറൻസ് ആയിട്ട് വല്ല കോഴ്സുകൾ മാത്രം എടുത്ത് നോക്കും. ആ കോഴ്സിലുള്ളത് മാത്രം അവർ ചെയ്യുക, അതിന്റെ പുറമെ ഒന്നും നോക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ പുതിയതായി ഒന്നും പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവർക്ക് വല്ല ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം വേറൊരാളുടെ അടുത്ത് പോയി ചോദിച്ചാലും ഒരു ഗൂഗിൾ ചെയ്യില്ല. ഒരു അഭിമാനത്തിന്റെ പ്രശ്നം പോലെ ചിലർ പിടിച്ചെങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കുക ആണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എറർ വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ്. കാരണം ഒരു എറർ വരുന്നത് നിങ്ങളെ പ്രോഗ്രാം പൊട്ടിപ്പോയി എന്നുള്ള ആൾക്കാരല്ല, അതൊരു നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പ്രോഗ്രാം വർക്ക് ചെയ്യണില്ല അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റാൻഡേർഡിനനുസരിച്ച് നിങ്ങൾ റീച്ച് ചെയ്തില്ല. അതുകൊണ്ടാണ് ആ ഒരു എറർ വരുന്നത്. അതൊരിക്കലും നിങ്ങളെ പ്രോഗ്രാം ചെയ്ത ഒരു എക്സാമിന്റെ റിസൾട്ട് വരുന്ന പാസ് ഓർ ഫെയിൽഡ് എന്നല്ല എററിൽ മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് ഔട്ട്പുട്ട് കിട്ടാനുള്ള കമ്പ്യൂട്ടറിന് പറ്റിയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ സിൻടാക്സിലോ ഒന്നും വല്ല ഇഷ്യൂ, ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. ആ ഒരു ഇഷ്യൂ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ തന്ന സാധനത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു ഇതാണ് എറർ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എറർ കിട്ടി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അപ്പം തന്നെ മൈൻഡ് പകുതി പോകും. പിന്നെ എററിന്റെ ലൈൻ്റെ എണ്ണ അല്ലെങ്കിൽ എററിന്റെ കൗണ്ട് ഇതൊക്കെ വെച്ച് ചിലർ ഭയങ്കരമായിട്ട് ഇതാവാറുണ്ട്. ചില എററുകൾ നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു എറർ ഫിക്സ് ചെയ്ത് ചിലപ്പോൾ 5-6 എറേഴ്സ് ഒപ്പം പോകാറുണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എറർ ഫിക്സ് ചെയ്യുമ്പോൾ ഈ എറർ എവിടുന്ന് സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ്. ഇതിന് തന്നെയാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഗൂഗിൾ ചെയ്യുക എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന എറർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഗൂഗിൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം വെച്ചാൽ നിങ്ങൾ ചെയ്ത പോലത്തെ തന്നെ ഒരുപാട് സിമിലർ ആയ രീതിയിൽ പ്രോഗ്രാംസ് വേറെ ആൾക്കാരും ചെയ്തിട്ടുണ്ട്. ആ ചെയ്തവർക്കും ഇതേപോലെ ഇഷ്യൂസ് വന്നുകൊണ്ട് അവർ ഗൂഗിളിൽ ചോദിക്കുകയും അവർക്ക് ആൻസർ ചെയ്ത് കുറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഗൂഗിൾ നെറ്റിൽ, സ്റ്റാക്ക് ഓവർഫ്ലോ അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അവരിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സൊല്യൂഷനും കിട്ടും. കാരണം നിങ്ങളൊരു എറർ എങ്ങനെ ഗൂഗിൾ ചെയ്യുന്നതാണ് പിന്നെ അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എറർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എറർ നേരെ കൊണ്ട് ഗൂഗിളിൽ ഇടുകയല്ലേ വേണ്ടേ, മറിച്ച് ആ എററിൽ എന്താണ് മീനിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൽ ഹൈലൈറ്റിന് കീവേഡ് അതെടുത്ത് നിങ്ങൾ ഗൂഗിൾ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റെഫറൻസിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് വന്ന് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ മനസ്സിലായി എങ്ങനെ ഗൂഗിൾ ചെയ്യാന്നുള്ളത്. അതും നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു സ്കില്ലാണ്. അത് എവിടെയും പഠിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ തന്നെ ചെയ്ത് വരുമ്പോൾ ഗ്രോ ചെയ്ത് വരുന്ന സ്കില്ലാണ്. അതിപ്പോൾ പ്രോഗ്രാമിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വരും നിങ്ങൾ ഗൂഗിൾ ചെയ്യാൻ തുടങ്ങിയാലുണ്ട്. പിന്നെ അടുത്ത് വരുന്ന കോമൺ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു എയിം അല്ലെങ്കിൽ നമ്മളൊരു ഏരിയക്ക് ഫോക്കസ് ചെയ്യാണ്ട് എല്ലാതും പഠിക്കാനോടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പോൾ എനിക്ക് പൈത്തൺ പഠിക്കണം, ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം, നോഡ് പഠിക്കണം, ആംഗുലർ പഠിക്കണം, വ്യൂ പഠിക്കണം, അത് ഫ്ലട്ടർ പഠിക്കണം, അങ്ങനെ എല്ലാ ഏരിയയിലേക്കും ഓടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റില്ല.
ആദ്യം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് റീച്ച് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള ഒരു ഏരിയയിലേക്ക് നിങ്ങൾ നിശ്ചയിത് ചെയ്ത് വെക്കുക, ഒരു ഏരിയയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പ്രോഗ്രാമിങ്ങിൽ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങളെ ഫ്രണ്ട് പ്രോഗ്രാമിംഗ് പഠിച്ച് ഇന്ന ലാംഗ്വേജ് പഠിച്ച് ജോലി കിട്ടി, ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് പഠിച്ച് ജോലി കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈത്തൺ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തി ജാവാസ്ക്രിപ്റ്റിലേക്ക് പോകരുത്. കാരണം പൈത്തണിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ആദ്യം നിങ്ങൾ പ്രോഗ്രാം തുറന്നിട്ട് മുമ്പ് തന്നെ ആദ്യം സ്റ്റഡി ചെയ്യുക, ഇത് സ്റ്റാർട്ട് ചെയ്യണം. അതിലും ഞാൻ പറയുന്നത് വെച്ചാൽ സ്റ്റഡി ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കുറച്ച് കഴിയുമ്പോഴേക്കും, ആ ഒരു ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ചിലവർ സ്റ്റഡിയിൽ തന്നെ നിൽക്കും, ഏത് ലാംഗ്വേജ് എടുക്കണം എന്നുള്ള ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അതിലും കാര്യമില്ല, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കിട്ടി ഒരു ജനറൽ ആയിട്ട് ഒരു എല്ലാവരും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ഫോക്കസ് ചെയ്യുക. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് വേറെ ലാംഗ്വേജ് ചെയ്തുകൊണ്ട് ആൾക്ക് ഇന്ന കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ഓടരുത്. കാരണം അയാൾക്ക് കിട്ടിയത് ആ ഒരു ടൈം അയാൾ പഠിച്ചതിൻ്റെ അനുസരിച്ചാണ്. നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക. ആ ലാംഗ്വേജിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ നിങ്ങളുടെ ടൈമും എഫേർട്ടാണ് നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരുപാട് ഏരിയയിലേക്ക് സഞ്ചരിക്കാണ്ട് ഒരൊറ്റ ഏരിയ നിങ്ങൾ മര്യാദക്ക് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഇങ്ങനെ ഓരോന്നും 1 by 1 ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം എല്ലാ പ്രോഗ്രാമിന്റെ കൺസെപ്റ്റ് സെയിം ആണ്. നിങ്ങൾ ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റും കൂടിയാണ് പഠിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് പഠിക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ എല്ലാം പോയി പഠിക്കാണ്ടിരിക്കുക, ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് വെച്ച് വേറെ ആൾക്കാരെ കോഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, എനിക്ക് അയാളുടെ കോഡ് പോലെ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അയാൾ ചെയ്ത് നല്ല രസമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണോ, അങ്ങനെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ കോഡ് തന്നെ നിങ്ങൾ ആ സ്റ്റാൻഡേർഡ്സ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല. വേറെ ആൾ കോഡ് വെച്ച് കമ്പയർ ചെയ്യലും കുറേ ഒഴിവാക്കുക. അതുപോലെ തന്നെ എനിക്ക് വരുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. എനിക്ക് ഈ ലാംഗ്വേജ് പഠിച്ചാൽ എനിക്ക് പറ്റുമോ, എനിക്കിത് പറ്റില്ലേ, ഇത് വേറെ വലിയ തലമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഇതായി അങ്ങനത്തെ ആൾക്കാർ മാത്രം എന്നുള്ള ഒരു ചിന്താഗതി ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഈ ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങില്ല, നിങ്ങളത് പഠിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആ ഒരു പേടി ഒഴിവാക്കി നിങ്ങൾ അതിലേക്ക് ഇറങ്ങുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു ഇന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ, അല്ലെങ്കിൽ എനിക്ക് പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കിത് പറ്റൂല, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അത് ചലഞ്ച് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം പഠിക്കാനും എളുപ്പമാണ്. കാരണം ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇത് ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ ഇത് തുടങ്ങാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആൾക്കാർ പ്രോഗ്രാമർ ആവണം, പക്ഷെ അവർ അതുകൊണ്ട് ആവാൻ പോകുന്നില്ല. കാരണം എനിക്കിത് പേടിയാണ്, എന്താണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിൽ ഇങ്ങനത്തെ സാധനം വരുമ്പോഴേക്കും എനിക്ക് പേടിയാണ്, ഞാൻ അതൊരു കമ്പ്യൂട്ടർമാരൊക്കെ യൂസ് ചെയ്യാൻ പോലും അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടറിൽ എന്താ പറയുക ഗെയിം പോലും ഇൻസ്റ്റാൾ ചെയ്യാൻ വരെയൊക്കെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഒഴിവാന്ന് കാണാം. ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്നത് വേറെയാണ്, അതേപോലെ തന്നെ പ്രോഗ്രാം ചെയ്യുന്നത് വേറെയാണ്. അതുപോലെ കമ്പ്യൂട്ടർമാരെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതല്ല, കമ്പ്യൂട്ടറിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളിത് പഠിക്കുക. അതുപോലെ ചിലവർ ലാംഗ്വേജ് അറിയില്ല, എനിക്ക് ഇന്ന ഭാഷ അറിയില്ല, അപ്പോൾ ഇത് മൊത്തം ഇന്ന ഭാഷയിലല്ലേ അല്ലെങ്കിൽ ഇംഗ്ലീഷിലല്ലേ, എനിക്കത് ഇംഗ്ലീഷ് അറിയില്ല, അങ്ങനെ ഒരു ഇതില്ല. പ്രോഗ്രാമിൽ കീവേഡ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ മാത്രമാണ്. അതിലൊരു ഇന്ന ലാംഗ്വേജ് പഠിക്കണം അല്ലെങ്കിൽ അതിന് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിന് പോകേണ്ട ഒരു ആവശ്യമില്ല. പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെന്റേഷൻ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പേടികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. പിന്നെ വേറൊരു ഇഷ്യൂ അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോഡ് തോന്നിയ പോലെ എഴുതി വെക്കും. കോഡ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിൽ വെക്കുക, എങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രാം ഫ്ലോ പോകുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പൊക്കെ അൽഗോറിതംസ് അല്ലെങ്കിൽ സ്യൂഡോ കോഡ് ഇതൊക്കെ വരച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളത്, ഫ്ലോ ചാർട്ട്. ഇപ്പൊ ആ ഒരു ഇത് വേണമെന്നില്ലെങ്കിലും നിങ്ങളുടെ മൈൻഡിലെങ്കിലും അത് എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ആദ്യമേ ഒരു ഐഡിയ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഗ്രാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം തന്നെ നിങ്ങൾ കോഡ് ആകെ അലമ്പായി കിടന്നു. അതേപോലെ തന്നെ കോഡ് ഒന്ന് ഓർഗനൈസ് ചെയ്തിടാൻ നോക്കുക. കാരണം കോഡ് കമന്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഡ് തന്നെ കുറച്ച് നാൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, എനിക്ക് ഇത് കാര്യമൊന്നുമില്ല എന്നുള്ള മൈൻഡ് കൊണ്ട് കുറച്ച് ആൾക്കാർ നിർത്തി പോകാറുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് കുറച്ച് മുമ്പ് ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് പോയി നോക്കി കഴിഞ്ഞാൽ എനിക്ക് അതിന് വലിയ ടച്ച് ഇല്ല, എനിക്കിത് എങ്ങനെ ചെയ്യാനാണ്, ഞാനത് മറന്നുപോയി അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അങ്ങനെ ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കോഡിന്റെ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. കോഡ് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യുക പ്രോപ്പറായിട്ട്, അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വന്ന് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെയാണ് കോഡ് എടുക്കുന്നത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോഴും അവർക്ക് ഈ കോഡ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതിയുള്ളത്, ഇതിന്റെ മീനിങ് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് തന്നെ കോഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നതും ഒരു മെയിൻ ഫാക്ടറാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലാൻ ഇല്ലാണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റിലേക്ക് എങ്ങനെ എത്തണം എന്നൊരു പ്ലാൻ വേണം. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ഞാൻ ഇന്ന വഴി കൂടെ തന്നെ വേണം എനിക്ക് ഓഫീസിൽ എത്താൻ. ആ ഒരു പ്ലാനുള്ളതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോകുന്നു. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ എല്ലാം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ഇതിൽ വേറെ വഴി ഡൈവേർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് പ്രോഗ്രാം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. കാരണം ഇത് എഴുതിയോണ്ടേ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമല്ല പ്രോഗ്രാമിങ്. അപ്പൊ ആദ്യമേ നിങ്ങൾ ഒരു മൈൻഡിൽ എനിക്കിത് വെക്കണം. പിന്നെ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് കഴിഞ്ഞ് നിങ്ങൾക്ക്
പ്ലാൻ വലിയ ഇതിലെങ്കിലും നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നിങ്ങളുടെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം എങ്ങനെയാണ് നിങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്തേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം പ്രോഗ്രാം ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അറ്റൻഡ് ഇങ്ങനെ ചെയ്തിട്ട് സൊല്യൂഷൻ എത്തുക എന്ന് പറയുന്നത് പ്രോപ്പർ അല്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ ഉണ്ടാവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് വേണം എപ്പോഴും പ്രോഗ്രാം ചെയ്യാൻ. അതേപോലെ വേറെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ലേസി ആവും. നിങ്ങൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പോലെ കാണിക്കാം. നിങ്ങളൊരു പ്രോഗ്രാം ചെയ്ത് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു, ഇനി എനിക്കത് തൊടണ്ട, എനിക്ക് അതിലൊന്നും നോക്കണ്ട, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട്. ഇപ്പൊ ചിലവരെന്താ പറയാ, നമ്മളിപ്പോ ഒരു കല്ല് കൂട്ടി വെച്ച് കല്ല് നേരെ നിന്ന് കഴിഞ്ഞാൽ ഇനി അത് തൊടണ്ട വീഴുന്ന് പറയുന്ന പോലെ തന്നെ പ്രോഗ്രാം ചെയ്ത് വെക്കണവരുണ്ട്. അപ്പൊ ആ രീതിയിൽ പോകാണ്ടിരിക്കണം ഏറ്റവും നല്ലത്. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീണ്ടും കൈ വെക്കണം, അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ പ്രോഗ്രാം ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിൽ അത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ ഗിവ് അപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാൻ കാരണം വരുന്ന ഫാക്ടേഴ്സാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളിതൊക്കെ ഒഴിവാക്കി നിങ്ങളിതൊന്നും വലിയ പ്രശ്നങ്ങളല്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ ഈസി ആയിട്ട് എത്താൻ പറ്റുന്നതാണ് ഇതിൻ്റെ വേറെ രസകരമായ കാര്യം. ഇത് തന്നെയാണ് മെയിൻ റീസൺ എല്ലാവരും ഒഴിവായി പോകുന്നതും. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആരും നിർത്തരുത്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തുടങ്ങാണ്ടിരിക്കരുത്, നിങ്ങൾ തുടങ്ങുക തന്നെ ചെയ്യുക. അതും എന്തിൽ തുടങ്ങാനും ഒരുപാട് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ നോക്കുക. കാരണം വെച്ചാൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രസമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ ഫ്യൂച്ചർ ഗ്രോ ചെയ്യാനും നല്ല ഹെൽപ്ഫുൾ ആയ ഒരു കാര്യം കൂടിയാണ് പ്രോഗ്രാമിംഗ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൊല്യൂഷൻ കിട്ടും. ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ ഒരു ഇത് കാണാത്ത ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മൈൻഡിൽ വിചാരിക്കുക എനിക്കിത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഡിമാൻഡുമാണ്. കാരണം പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആവാണ്, ഓട്ടോമേറ്റ് ചെയ്യാണ്, ഇതൊക്കെ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. നിങ്ങളത് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഒരു എന്താ പറയുക, ഫ്യൂച്ചറിൽ പ്രോഗ്രാമിംഗ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റയറാണ്. ഒന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ മാറാം, പക്ഷേ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സാധനം മാറാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വീഡിയോ മനസ്സിലായിരിക്കുന്നു. ആരും ഈ ഒരു പ്രോഗ്രാമിംഗ് തോന്നിയ പോലത്തെ ഇങ്ങനത്തെ റീസൺ കാരണം ഒഴിവാക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവർക്ക് വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാതെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവർക്ക് വീഡിയോ മനസ്സിലായിരിക്കുന്നു. താങ്ക് യു.